കൃഷ്ണഗാഥ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. കളരിക്കൽ ഇപ്പോഴുള്ളത് കൃഷ്ണയല്ല, പകരമുള്ളത് ഗാഥയാണെന്നുള്ള സത്യം മുത്തശ്ശിയും നന്ദനും ഒക്കെ മനസ്സിലാക്കുവാണ്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എന്തൊരു വലിയ ചതിയ ആ സിത്താര നമ്മളോട് കാണിച്ചത്. കൃഷ്ണയെ മാറ്റി നമുക്കാർക്കും ഒരു തരത്തിലുള്ള സംശയം ഉണ്ടാക്കാതെയല്ലേ ഗാഥയോട് തിരികെ കയറ്റിയത്. ആലോചിച്ചിട്ട് ഒരു സമാധാനം കിട്ടുന്നില്ല. നമ്മുടെ കുടുംബത്തിൻ്റെ ഈ ശാപം മാറ്റിയതും ത്യാഗങ്ങളെല്ലാം സഹിച്ചതും കൃഷ്ണമോള. അങ്ങനെയുള്ള കൃഷ്ണമോളെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ പറ്റുന്നത്? അന്നേരം നന്ദനും പറയണേ, അത് മാത്രമല്ലല്ലോ അമ്മേ, സിദ്ധൻ പറഞ്ഞതല്ലേ, സർപ്പശാപം തീർത്ത ആ ഒരു കുട്ടിക്ക് മാത്രമേ നവീൻ്റെ ഒപ്പം ഭാര്യയായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്ന്. അതുമാത്രമല്ല, ആ സിദ്ധൻ്റെ വാക്കുകൾ ധിക്കരിച്ച് കൃഷ്ണക്ക് പകരം ഗാഥ ഈ കുടുംബത്തിലേക്ക് വന്നത് കാരണമാണ് ഇതുപോലുള്ള ഓരോ അനിഷ്ടങ്ങളും നമ്മുടെ കുടുംബത്തിൽ സംഭവിക്കുന്നത്. അവരുടെ ആദ്യരാത്രി ദിവസം മുറിയിൽ പാമ്പ് കണ്ടതും ഗാഥയുടെ സാന്നിധ്യം നാഗദൈവങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടല്ലേ. ഗാഥയും നവീനെയും നാഗദൈവങ്ങൾ തന്നെ ഒന്നിച്ച് ജീവിക്കാൻ അനുവദിക്കില്ല. എന്താണെങ്കിലും നമുക്ക് നോക്കാം അമ്മ എവിടെ വരെ പോകുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നവീനും ഗാഥയും കൂടി പട്ടിയൊക്കെ പാക്കിയത് സുമിത്രയുടെ അരികിലേക്ക് എത്തുവാണ്. അന്നേരം സുമിത്ര പറയുന്നുണ്ട്, ഗാഥമോളുടെ ഈ പേടിയും ഭയമൊക്കെ ഒന്ന് മാറണം. അതിന് നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ചേഞ്ച് ആവശ്യമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യത്തിന് സമ്മതിച്ചത്. അമ്മ ഒന്നുകൊണ്ട് ടെൻഷൻ ആവണ്ട, ഞങ്ങൾ ഒരു 2 ദിവസം ഗസ്റ്റ് ഹൗസിൽ പോയി നിൽക്കുന്നതല്ലേ ഉള്ളൂ, അതേം ഇങ്ങോട്ട് തിരിച്ചു വരല്ലേ എന്ന് നവീൻ പറയുവാണ്. ഈ സമയം മുത്തശ്ശിയും നന്ദനും അതുപോലെ നിർമ്മലയൊക്കെ അങ്ങോട്ടേക്ക് എത്തുവാണ്. അന്നേരം നവീനും ഗാഥയും കൂടി ഗസ്റ്റ് ഹൗസിലേക്ക് പോയി താമസിക്കാൻ പോകുന്ന കാര്യം കേട്ടിട്ട് മുത്തശ്ശി നവീനോട് ചോദിക്കണേ, അല്ല അതൊക്കെ വേണോ? നിങ്ങൾ ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടാളും അവിടെ ഒറ്റയ്ക്ക്? അതൊന്നും ഒരു കുഴപ്പമില്ല മുത്തശ്ശി, ഞങ്ങൾ മാനേജ് ചെയ്തോളാം. എന്നാലും അത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സമയം ഗാഥ പറയണേ, മുത്തശ്ശി ഇവിടെ നാഗങ്ങളുള്ളതുകൊണ്ടുള്ള മാത്രമല്ല മറ്റു ചിലർക്കും ഞാനിവിടെ നിൽക്കുന്നതിൽ പ്രത്യേകിച്ച് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. അവരുടെ കൺമുമ്പിൽ നിന്നും കുറച്ച് നാൾ മാറി നിൽക്കുന്നത് നല്ലത് തന്നെയാണെന്ന് തോന്നി. അന്നേരം നവീൻ പറയണേ, എന്താണെങ്കിലും ഇനി ഈ കാര്യത്തെക്കുറിച്ച് ചർച്ച വേണ്ട, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. അങ്ങനെ പറഞ്ഞ നവീനും ഗാഥയും അവിടെ നിന്നും ഇറങ്ങുവാണ്. ഈ സമയം മുത്തശ്ശി നന്ദനും ഒന്നും പറയാതെ അവിടെ നിന്നും പോകുവാണ്. അന്നേരം സുമിത്ര നോക്കിയിട്ട് നിർമ്മല പറയണേ, അമ്മക്കും നന്ദേട്ടനും ഒന്നും അവരിവിടുന്ന് പോയത് അത്ര ഇഷ്ടമില്ലെന്ന് തോന്നുന്നു. അല്ല ഏട്ടത്തി, ഞാനിവിടെ ഓരോന്നൊക്കെ വന്ന് ഞങ്ങളിവിടെ ഓരോ പ്രശ്നങ്ങളുണ്ടാക്കിയെന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് മാത്രമാണോ ഗാഥ നവീനെയും കൂട്ടി ഇവിടെ നിന്ന് മാറി താമസിക്കാൻ തീരുമാനിച്ചത്? അന്നേരം സുമിത്ര പറയണേ, അതുമാത്രമല്ല, സർപ്പബലി കഴിഞ്ഞിട്ടും ഗാഥമോള് ഇടയ്ക്കിടെ നാഗത്തിനെ കാണുന്നു. അതുകൊണ്ട് തന്നെ ഗാഥമോൾക്ക് വല്ലാത്തൊരു ഭയം. ആരൊക്കെ എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും ആ കുട്ടിയുടെ ഭയം ഒന്നും അങ്ങ് മാറുന്നില്ല. 2-3 ദിവസം എടുത്ത് മാറി നിൽക്കുകയാണെങ്കിൽ അതൊക്കെ മാറാൻ പറ്റുമല്ലോ. അങ്ങനെ പറഞ്ഞ് സുമിത്ര അവിടെ നിന്നും പോകുവാണ്. അതൊക്കെ കേട്ടാൽ സന്തോഷിച്ചുകൊണ്ട് നിൽക്കുവാണ് നിർമ്മല. പിന്നീട് കാണിക്കുന്നത് കൃഷ്ണ തങ്കത്തിനോട് സംസാരിക്കുന്നതാണ്. കൃഷ്ണ പറയണേ, അമ്മേ സത്യം പറയാലോ, ഇപ്പോൾ ഗോപാലമാമൻ്റെ കൂടെ സമാധാനമായിട്ട് ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ പോലും പറ്റുന്നില്ല. കളരിക്കൽ നിന്ന് ആരെങ്കിലും എന്നെ കണ്ടാലോ എന്നുള്ള ഭയമാണ്. തലനാരിയേക്കല്ലേ ഉദയനമാമൻ്റെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടത്. നവീനോ മാണിക്കുഞ്ഞോ അങ്ങനെ ആരെങ്കിലും എന്നെ കണ്ട ആകെ കുഴപ്പമില്ലേ? അതോടെ ഗാഥയുടെയും സിത്താര മേഡത്തിൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകരില്ലേ? നമ്മളവർക്ക് കൊടുത്ത വാക്കല്ലേ പാലിക്കപ്പെടാതെ തെറ്റിപ്പോകുന്നത്. അന്നേരം തങ്കം കൃഷ്ണയോട് ചോദിക്കണേ, നീ അവരെയൊക്കെ കുറിച്ച് ഇത്രയൊക്കെ ആലോചിക്കുന്നുണ്ടല്ലോ, അവരെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ആ സ്നേഹം അവർക്ക് ഒരിത്തിരിയെങ്കിലും തിരിച്ച് നിന്നോടുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരമ്മ മകളോട് ചെയ്യുന്ന കാര്യമാണോ ആ സിത്താര മാഡം നിന്നോട് ചെയ്തത്? അങ്ങനെ തങ്കത്തിന് നാവിന്ന് അതറിയാതെ അങ്ങ് വീണു പോകുവാണ്. അന്നേരം അത് കേൾക്കുന്നതും കൃഷ്ണ ചോദിക്കണേ, അല്ല അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? അതിന് സിത്താര മാഡമാണോ എൻ്റെ അമ്മ? നീ എന്താ ചോദിച്ചത്? സിത്താര മാഡം എൻ്റെ അമ്മയാണോ എന്ന്? ഗാഥയല്ലേ സിത്താര മാഡത്തിൻ്റെ മകള്. ഗാഥയോടുള്ള സ്നേഹം കാരണമല്ലേ സിത്താര മാഡം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അമ്മയ്ക്ക് മകളോടുള്ള സ്നേഹമല്ലേ അതിൽ കാണാൻ പറ്റുന്നത്. പിന്നെ അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? അന്നേരമാണോ തങ്ക അറിയാതെ നാവിൽ നിന്ന് വീണ അബദ്ധത്തിനെ കുറിച്ച് ഓർക്കുന്നത്. അന്നേരം തങ്കം പറയണേ, അല്ല ഞാനും അത് തന്നെ ഓർത്തത്, അവരും ഒരമ്മയാണല്ലോ. ഒന്നുമില്ലെങ്കിലും അവരുടെ മോളുടെ പോലെ മുഖഛായുള്ള നിന്നോട് അതിൻ്റെ ഒരു ദയ പോലും അവർ കാണിച്ചില്ലല്ലോ, അതാ ഞാൻ ഉദ്ദേശിച്ചത്. എന്തുപറ്റി? എന്താ അമ്മയ്ക്കൊരു ടെൻഷൻ പോലെ? ഒന്നുമില്ല, എന്തോ എൻ്റെ ശരീരത്തിന് വല്ലാത്തൊരു ചൂട് പോലെ. ഞാനൊന്ന് കിടക്കട്ടെ, ചെറിയൊരു തളർച്ച പോലെ തോന്നുന്നുണ്ട്. അയ്യോ അമ്മേ, എന്നാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ, ഒന്ന് കിടന്ന് റെസ്റ്റ് എടുത്താൽ മതി, മാറിക്കോളും. എന്നാൽ ശരി, അമ്മ കിടന്നോ. കുറച്ച് നേരം കഴിഞ്ഞിട്ടും അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ അമ്മ പറയണം, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. പിന്നീട് കാണിക്കുന്നത് ഉദയൻ കൃഷ്ണയോടൊപ്പം ചേർത്ത് പിടിച്ചെടുത്ത ആ ഒരു സെൽഫി ഉണ്ടല്ലോ, അതൊക്കെ നോക്കി എല്ലാ പ്ലാനും പൊളിഞ്ഞല്ലോ എന്നും പറഞ്ഞാൽ സങ്കടപ്പെട്ടിരിക്കുന്നതാണ്. ഈ സമയം നിർമ്മലയും കീർത്തിയൊക്കെ അരികിലുണ്ടാകും കേട്ടോ. അന്നേരം ഉദയൻ സങ്കടത്തോട് പറയണേ, എന്നാലും ഞാൻ ഇത്ര അടിയൊക്കെ കൊണ്ടിട്ട് അതെല്ലാം വേസ്റ്റായി പോയില്ലേ, ഒരു ഗുണം ഉണ്ടായില്ലല്ലോ, ആരും ഞാൻ പറഞ്ഞത് വിശ്വസിച്ചില്ലല്ലോ. അത് കേൾക്കുന്നത് നിർമ്മല പറയണേ, നിങ്ങളുടെ ബുദ്ധി തോന്നിയ ഐഡിയ അല്ലേ ഇതൊക്കെ. ഈ സമയം ഉദയൻ പറയുന്നുണ്ട്, അതെ, ഇനി എന്താണെങ്കിലും നീ അടുത്ത പ്ലാൻ ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞിട്ട് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയാൽ മതി. എൻ്റെ ഈ പരിക്കിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ, അടുത്ത തല്ല് കിട്ടാനുള്ളതല്ലേ.
അന്നേരം നിർമ്മല പറയുന്നുണ്ട്, അതെ, എൻ്റെ ഒപ്പം ചേർന്ന് നടത്തിയ ഏതെങ്കിലും പ്ലാനിൽ ഇതുപോലെ നിങ്ങൾക്ക് തല്ലിയിട്ടിട്ടുണ്ടോ? ഇത് നിങ്ങൾ ഒറ്റക്ക് ചെയ്തു കൂട്ടിയ കാര്യമല്ലേ? അത് കേൾക്കുന്നത് ഉദയം പറഞ്ഞേ, ഓ അത് ശരി, ഞാൻ ഇത്രയും വലിയൊരു കണ്ടുപിടുത്തം നടത്തിയിട്ട് നീ അതിൽ എന്നെ ഒന്നും അഭിനന്ദിച്ചില്ലെങ്കിലും കുറ്റപ്പെടുത്താതെങ്കിലും ഇരുന്നൂടെ? ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? വെറുതെ നമ്മൾ തന്നെ അവരുടെ മുമ്പിൽ വീണ്ടും നാണം കിട്ടില്ലേ? ഇക്കാര്യം ഞാനും നിങ്ങളോട് നേരത്തെ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ? അന്നേരം കീർത്തി പറയണേ, ഓ നിങ്ങൾ രണ്ടാളും പരസ്പരം തർക്കിക്കുന്നത് നിർത്തുന്നുണ്ടോ? അവിടെ നവീനും കാതയും കൂടി ഗസ്റ്റ് ഹൗസിൽ ആദ്യ രാത്രി ആഘോഷിക്കാൻ തുടങ്ങിയാണ്. എൻ്റെ എല്ലാ സ്വപ്നങ്ങളോ തകരുന്നത്. അതിനെക്കുറിച്ച് നിൽക്കുന്ന ഒരു ചിന്തയില്ലേ? അന്നേരം നിർമ്മല പറയണേ, എടി മോളെ, നമ്മൾ ചെയ്യാനുള്ള ചില കാര്യങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഗാഥയുടെ മനസ്സിൽ ഇപ്പോൾ ഈ സർപ്പത്തിനെ കുറിച്ചുള്ള ഭയം കയറി കൂടി തുടങ്ങിയിരിക്കുന്നത്. നമ്മളന്ന് ആദ്യ രാത്രി മുടക്കാനായിട്ട് ഇവിടെ ഒരു പാമ്പിനെ കൊണ്ടുവന്നിട്ടില്ലേ? അത് കാരണം ഇപ്പോൾ അവളുടെ ഉള്ളിൽ നാഗത്തിനുണ്ടല്ലോ വല്ലാത്തൊരു ഭയമുണ്ട്. നാഗത്തിനെ പേടിച്ചിട്ട് തന്നെയല്ലേ അവൾ നവീനെ കൂട്ടി ഇവിടുന്ന് മാറി താമസിക്കാൻ തന്നെ തീരുമാനിച്ചത്. അത്രയൊക്കെ നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റിയില്ലേ? അവളുടെ ഉള്ളിൽ ആ ഭയം, അത് തന്നെയാണ് നമ്മളിനി മുതലാക്കേണ്ടത്. ആ ഭയം പതിയെ പതിയെ വളർത്തിയെടുക്കണം. അവസാനം അവൾ തന്നെ എല്ലാം ഉപേക്ഷിച്ച് നവീനെയും വലിച്ചെറിഞ്ഞ് അവളുടെ അമ്മയായ സിത്താരുടെ അരികിലേക്ക് ഓടിപ്പോണം. ജീവനീ കൊതിയുണ്ടെങ്കിൽ അവൾ അങ്ങനെ പോയിരിക്കും. ഇതിനു മുമ്പ് വരെ അവൾക്കെതിരെ നമ്മൾ എന്ത് നടത്തിയാലും അതെല്ലാം ചീറ്റിപ്പോകുമായിരുന്നു പതിവ്. ആ സമയത്തൊക്കെ അവളുടെ ഉള്ളിൽ നാഗത്തിനുള്ള ഭയം ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവളുടെ ഉള്ളിൽ ആ ഭയം വന്നു തുടങ്ങി. അത് തന്നെയാണ് നമ്മൾ മുതലാക്കേണ്ടത്. നീ നോക്കിക്കോ, അധികം വൈകാതെ തന്നെ രണ്ടും കൂടി തമ്മി തള്ളി പിരിയും. രണ്ട് തട്ടാകും. അതിന് വേണ്ടതൊക്കെ നമ്മൾ ചെയ്തിരിക്കും. പിന്നീട് കാണിക്കുന്നത് ഗാഥ ഒത്തിരി സന്തോഷത്തോടെ ഔട്ട് ഹൗസിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. സത്യം പറയാലോ, ആ വീട്ടിൽ നിന്ന് മാറിയപ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സമാധാനം തോന്നുന്നു. ഈ സമയത്തായിരിക്കോട്ടോ നവീൻ കയ്യിൻ്റെ ബാക്കിൽ മുല്ലപ്പൂവൊക്കെ ആയിട്ട് ഗാഥയുടെ അരികിലെത്തുന്നത്. എന്തുപറ്റി, തനിക്കിപ്പോൾ സമാധാനമൊക്കെ കിട്ടിയോ? സത്യം പറയാലോ നവീൻ, ഇങ്ങോട്ട് വന്നപ്പോൾ തൊട്ട് വല്ലാത്തൊരു പോസിറ്റീവ് വൈബ്. എൻ്റെ മനസ്സിൽ നിന്നുള്ള എല്ലാ ടെൻഷനും മാറി ഞാനൊന്ന് ഫ്രീ ആയതുപോലെ ആയിട്ടുണ്ട്. ആ ഭാഗ്യം, ആശ്വാസമായല്ലോ. എന്താണെങ്കിലും ഇങ്ങോട്ടേക്ക് നാഗത്തിൻ്റെ രൂപത്തിലോ മനുഷ്യരുടെ രൂപത്തിലോ നമ്മളെ ശല്യപ്പെടുത്താനായിട്ട് ആരും വരില്ല. ആ പിന്നെ ഇത് കണ്ടോ, ഇത് തനിക്കുള്ളതാ. ഈ രാത്രിയിൽ നവീൻ ഈ മുല്ലപ്പൂ എങ്ങനെ സംഘടിപ്പിച്ചു? ഇതേ നമ്മളിവിടെ തോട്ടത്തിൽ ജോലി ചെയ്യുന്നൊരു ചേട്ടനുണ്ട്, വേലപ്പൻ ചേട്ടൻ. ആ ചേട്ടൻ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം കൊണ്ടുവന്നു. കൂടെ ഒരു കുഞ്ഞു പൊതി തന്നായിരുന്നു. ഞാൻ പോയി കഴിഞ്ഞിട്ട് സാറിത് തുറന്നാൽ മതി എന്ന് പറഞ്ഞു. നല്ല പ്രായമുള്ള ആളല്ലേ, നമ്മളെപ്പോലെ കുറേ തലമുറകളെയും ആൾക്കാരെയൊക്കെ കണ്ടു പരിചയം ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് വേണ്ട കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാനും അറിയാം. താണിത് തന്നെ തലയിൽ ചൂടിക്കോ. നവീൻ തന്നെ ഇതിൻ്റെ തലയിൽ വെച്ചതാ. അങ്ങനെ പറഞ്ഞ് ഗാഥ തിരിഞ്ഞു നിൽക്കുവാണ്. അങ്ങനെ നവീൻ തന്നെ ആ ഒരു പൂവെടുത്ത് മുല്ലപ്പൂവെടുത്ത് ഗാഥയുടെ തലയിൽ വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുവാണ്. അന്നേരം ഗാഥയോട് നവീൻ ചോദിക്കുന്നുണ്ട്, എനിക്കെന്ന് പനി വന്നപ്പോൾ താൻ എന്നെ ശുശ്രൂഷിച്ചത് ഓർമ്മയുണ്ടോ എനിക്ക്? പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ച് താൻ എന്നെ ശുശ്രൂഷിച്ച് എൻ്റെ അരികിൽ തന്നെ ഇരുന്ന് അറിയാതെ ചാരി ഉറങ്ങിപ്പോയപ്പോൾ തൻ്റെ നെറ്റിയിൽ ഞാനൊരു ഉമ്മ തന്നു. അതുപോലും താൻ അറിഞ്ഞില്ല. അതൊക്കെ എപ്പോഴാ? അന്ന് ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോൾ. ആ ആ ഓർമ്മ വന്നു എന്ന് കഥ പറയുവാണ്. അല്ല, ഇവിടെ തന്നെ അങ്ങ് ഈ കാഴ്ചകളൊക്കെ കൊണ്ട് നിൽക്കാനാണ് തീരുമാനിച്ചത്? അധികം നേരം തണുപ്പടിക്കണ്ട കേട്ടോ. തണുപ്പടിച്ചാലെന്താ, എനിക്കെന്തെങ്കിലും അസുഖം വന്നാൽ എന്നെ നോക്കാൻ നവീനുണ്ടല്ലോ. അതൊക്കെ ശരിയാണ്. എന്ന് കരുതി നോക്കാൻ ആളുണ്ടെന്ന് കരുതി ആവശ്യമില്ലാത്ത അസുഖമൊന്നും വലിച്ചു വരുത്താൻ നിൽക്കണ്ട. താൻ വാ, നമുക്ക് നമ്മുടെ ബെഡ്റൂമിലേക്ക് പോകാം. എന്നാൽ ശരി, വാ. അങ്ങനെ പറഞ്ഞ് ഗാഥ നവീനും ബെഡ്റൂമിലെത്തുവാണ്. ഈ സമയം നവീൻ ഗാഥയുടെ തൊള്ളിങ്ങനെ പിടിച്ചിട്ട് ഐ ലവ് യു ഗാഥ എന്ന് പറയുക. അന്നേരം ഗാഥയും ലവ് യു നവീൻ എന്ന് പറഞ്ഞ് അവർ രണ്ടാളും പരസ്പരം പ്രണയത്തോടെ മുഖാമുഖം ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. ഈ സമയം കിടന്നുറങ്ങുന്ന കൃഷ്ണനെയും തങ്കത്തിനെയും ആണ്ടോ കാണിക്കുന്നത്. അന്നേരം കൃഷ്ണയുടെ മനസ്സിൽ എന്തോ ചില കാര്യങ്ങളൊക്കെ വരുവാണ്. വലിയൊരു സർപ്പക്കളും സർപ്പത്തിനെയൊക്കെ കൃഷ്ണ സ്വപ്നത്തിൽ കാണുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ കൃഷ്ണൻ ഞെട്ടി എണീറ്റ് കഴുത്തിലും താലിയിലും ഒക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരം തങ്കവും പെട്ടെന്ന് എണീക്കുക. എന്തു പറ്റി, എന്താ മോളെ? അന്നേരം കൃഷ്ണ പറയണേ, അമ്മേ താലി എന്താണെന്നറിയില്ല, വല്ലാതെ ചൂടാവുന്നത് പോലെ, ശരീരത്തിനാകെ ഒരു ചൂട് പോലെ, നെഞ്ചിനകത്ത് വല്ലാതെ തീ അളിക്കത്തുന്നത് പോലെയൊക്കെ തോന്നുന്നു, എന്താണെന്നറിയില്ല. അന്നേരം തങ്കം പറയുന്നുണ്ട്, മോള് ഈ താലിയുടെ പവിത്രതയെക്കുറിച്ച് തന്നെ എന്നിങ്ങനെ ഓർത്ത് കിടക്കുന്നതുകൊണ്ടായിരിക്കും, മനസ്സിന് മുഴുവൻ ആ ചിന്തകളുള്ളതുകൊണ്ടായിരിക്കും മോൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഭഗവാനോട് നല്ലപോലെ പ്രാർത്ഥിച്ചാൽ മതി. ഞാൻ പ്രാർത്ഥിച്ചോളാമേ, അമ്മ കിടന്നോ? ആദ്യം മോള് കിടക്ക്. അങ്ങനെ കൃഷ്ണയും തങ്കവും വീട്ടിൽ കിടക്കുവാണ്. പിന്നീട് വീണ്ടും കാണിക്കുന്നത് നവീനും ഗാഥേനെയാണ് കേട്ടോ. ഈ സമയം ബെഡിലിരുന്ന് നവീനും ഗാഥയും പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അന്നേരം ഗാഥ ചിരിച്ചുകൊണ്ട് പറയണേ, നവീൻ ഇത്രയും നാൾ അനുഭവിച്ച നിരാശയെല്ലാം ഇന്ന് രാത്രി കൊണ്ട് തന്നെ തീർക്കുമെന്ന് തോന്നുന്നു. എന്താ പിന്നെ അങ്ങനെ വേണ്ടേ? വേണം. ഇവിടെ ഇനി താൻ പാമ്പിനെ കണ്ടു, പൂജയെ കണ്ടു എന്നൊന്നും പറയില്ലല്ലോ. കാത്തിരുന്ന് നമ്മുടെ പ്രണയം ഇടാൻ പോകുന്ന ദിവസമാണിന്ന്, അല്ലേ?
അന്നേരം ചിരിച്ചുകൊണ്ട് ഗാഥ അതെന്ന് പറയുവാണ്. ഈ സമയം നവീനാണെങ്കിൽ ഗാഥയെ ചുംബിക്കാനായിട്ട് അരികിലേക്ക് വരുമായിരിക്കും. പെട്ടെന്ന് മേശയിലിരുന്ന ഒരു ഗ്ലാസ് താഴെ വീണ് പൊട്ടുവാണ്. അതിൻ്റെ ഒച്ച കേട്ട് രണ്ടാളും ഞെട്ടി അങ്ങോട്ടേക്ക് നോക്കുവാണ് കേട്ടോ. ഈ സമയം അത് കാണുമ്പോഴേക്കും ഗാഥ വല്ലാതെ പേടിക്കുവാണ്. അന്നേരം നവീൻ പറയുന്നുണ്ട്, ഓ അതാ മേശപ്പുറത്തിരുന്ന ഗ്ലാസ് അറ്റത്ത് വല്ലതായിരിക്കും ഇരുന്നിട്ടുണ്ടാവുക, അതായിരിക്കും വീണത്. അത് ഞാനിപ്പോൾ തന്നെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞേക്കാം. വേണ്ട നവീൻ, അങ്ങോട്ട് പോകണ്ട, അവിടെ പാമ്പുണ്ട്, ആ പാമ്പാ അത് തട്ടിയിട്ടത്. ഗാഥ താൻ എന്തൊക്കെയാണ് പറയുന്നത്? അവിടെ പാമ്പില്ല, ഒന്നുമില്ല. ഉണ്ട് നവീൻ, ആ പേപ്പറുകളുടെ ഇടയിൽ പാമ്പുണ്ട്. തനിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാം, അവിടെ പാമ്പും ഇല്ല, ഒന്നുമില്ലെന്ന്. വേണ്ട നവീൻ, അങ്ങോട്ട് പോകണ്ട, പാമ്പ് നവീനെ ഉപദ്രവിക്കും. നമ്മുടെ പിന്നാലെ വന്നതാണ് ആ പാമ്പ്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സർപ്പശാപമൊന്നും തീർന്നിട്ടില്ലെന്ന്. ആ പാമ്പ് നമ്മുടെ പിന്തുടരുവാണ്. നമുക്കിവിടുന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ നവീൻ. എടോ ഗാഥ, താൻ എന്തൊക്കെയാണ് പറയുന്നത്? തനിക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇവിടെ പാമ്പുമില്ല, ഒന്നുമില്ല. അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ ചെക്ക് ചെയ്ത് നോക്കിയാൽ പോരെ. വേണ്ട നവീൻ, ഞാൻ സമ്മതിക്കില്ല. നവീൻ അങ്ങോട്ട് പോകണ്ട. എനിക്കിവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പറ്റുന്നില്ല. പേടിയാവുക നവീൻ. ഗാഥ, താൻ പറയുന്നൊന്നും മനസ്സിലാക്കും. കളരിക്കൽ പാമ്പിനെ കണ്ടു, അവിടെ തനിക്ക് നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അവിടെയുള്ള ആൾക്കാർ തനിക്ക് ശല്യമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഗസ്റ്റ് ഹൗസിലേക്കും വന്നു. ഇവിടെ അങ്ങനെ എന്തുണ്ടെന്ന് താൻ പറയുന്നത്? ഉണ്ട് നവീൻ, ഉണ്ട്, ഇവിടെ പാമ്പുണ്ട്. നവീൻ ഒന്നും പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. വാ നവീൻ, നമുക്ക് ഇവിടുന്ന് പോകാം. ഇനി ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല. വാ നവീൻ എന്നും പറഞ്ഞ് ഡോറ് തുറന്ന് അവിടുന്ന് പോകാൻ തുടങ്ങുന്ന ഗാഥയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്